ഹലോ, വെൽക്കം ബാക്ക് ടു എൽസ്ട്രാസ്. ഞാൻ ഓമന രാധാകൃഷ്ണൻ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. നമുക്കറിയാമോ, പല ആളുകളുടെയും സംശയമാണ്, അല്ലെങ്കിൽ ഒട്ടുമിക്ക ആളുകളുടെയും ഒരു സംശയമാണ്, മാനസിക രോഗമുള്ള ആളുകൾ വിവാഹം കഴിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. കൗൺസിലിങ്ങിനൊക്കെ വരുന്ന പല ആളുകളും ചോദിക്കാറുണ്ട്. ഇത്തരം ചെറിയ ചെറിയ മാനസിക പ്രശ്നങ്ങളുമായിട്ട് വരുന്ന പല ആളുകളും ചോദിക്കാറുണ്ട്, ഇവർ വിവാഹം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, അടുത്ത തലമുറയിലേക്ക് ഇത് വരാനുള്ള സാധ്യതയുണ്ടോ എന്നിങ്ങനെ നിരവധി പേർ സംശയമായി ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ സാധാരണയായി കാണപ്പെടുന്ന മാനസിക രോഗങ്ങൾ, അതായത് ഡിപ്രഷൻ, ആൻസൈറ്റി, അതുപോലുള്ള ഫോബിയ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയ അത്തരത്തിലുള്ള മാനസിക രോഗങ്ങളുള്ളവർ കൃത്യമായി ചികിത്സ എടുത്ത് അതിന് സൊല്യൂഷൻ കണ്ടെത്തിയതിനു ശേഷം വിവാഹം കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ അതിതീവ്രമായ മാനസിക രോഗങ്ങൾ, ഒരു തരത്തിലും ചികിത്സകളോട്, മെഡിക്കേഷനോടോ ചികിത്സയോടോ ഒന്നും പ്രതികരിക്കാത്ത തരത്തിലുള്ള അതിതീവ്ര മാനസിക രോഗങ്ങൾ ഉള്ളവർ ഒരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ കടക്കാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്നാൽ ചില മാനസിക രോഗങ്ങൾ, അതായത് കൃത്യമായ മെഡിക്കേഷൻ വേണ്ട ചില മാനസിക രോഗങ്ങൾ, ഈവൻ ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡർ അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ പോലെയുള്ള രോഗങ്ങൾ ഉള്ളവർ പോലും ചികിത്സ എടുത്ത് ആ രോഗങ്ങളെ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് വലിയ പ്രശ്നം കാണുന്നില്ല. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾ, ഈ മാനസിക പ്രശ്നമുള്ള ഒരാൾ വിവാഹം കഴിക്കാൻ പോകുന്ന സമയത്ത് അത് പങ്കാളിയാകാൻ പോകുന്ന ആളുകളോടോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോടോ ഈ കാര്യം പലപ്പോഴും തുറന്നു പറയാറില്ല എന്നതാണ് കാര്യം. അങ്ങനെ തുറന്നു പറയാതെ വിവാഹം ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് പലപ്പോഴും ഇവരുടെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മെഡിക്കേഷൻ മുടക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അത് മറച്ചു വെക്കേണ്ടതായിട്ട് വരും. എത്ര മാനസിക പ്രശ്നങ്ങളുടെ ഒരു ട്രീറ്റ്മെന്റ് രീതി എന്ന് പറയുന്നത്, നമ്മൾ ചികിത്സയിലേക്ക് കടക്കുക, ചികിത്സ തുടങ്ങുക, അതിനുശേഷം കുറച്ച് കാലം ആ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അനുസരിച്ച് മാത്രം അതിന്റെ രോഗത്തിന്റെ തീവ്രത കുറയുന്നതനുസരിച്ച് മെഡിക്കേഷൻ കുറച്ചു കൊണ്ടുവരിക. അങ്ങനെ മെഡിക്കേഷൻ കുറച്ചു കൊണ്ടുവന്ന് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം അത് നിർത്തേണ്ട സമയത്ത് നിർത്തുക. അതിനുശേഷം പിന്നീട് വീണ്ടും അത് റിലാപ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചികിത്സാ മാർഗങ്ങൾ തേടുക. ഇതാണ് അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ ഇത് ജീവിത പങ്കാളിയാകാൻ പോകുന്ന ആളോട് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോട് ഇത് മറച്ചു വെക്കുന്നത് കൊണ്ട് നമ്മൾ ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നിർത്തേണ്ടതായി വരും. കല്യാണം കഴിഞ്ഞുള്ള യാത്രയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടും ഈ പങ്കാളി ഇത് അറിയുമോ എന്നുള്ള ഭയം കൊണ്ടും നമ്മൾ ട്രീറ്റ്മെന്റിന് മുടക്കം വരുത്തും. ഈ ട്രീറ്റ്മെന്റ് മുടക്കം വന്നു കഴിഞ്ഞാൽ ആദ്യത്തേതിനേക്കാൾ റബ്ബർ ബാൻഡ് വലിച്ചു വിടുന്നത് പോലെ ഈ രോഗലക്ഷണങ്ങൾ ആദ്യത്തേതിനേക്കാൾ ശക്തമായി തിരിച്ചു വരികയും അത് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. പിന്നീട് നിയമപ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മാനസിക രോഗമുള്ള, ട്രീറ്റ്മെന്റിനോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്ന തരത്തിലുള്ള മാനസിക രോഗമുള്ളവർ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. മറിച്ച് അത് മറച്ചു വെക്കുന്നത് വളരെ അപകടകരമാണ് എന്നതാണ്. അതേപോലെ തന്നെ പാരമ്പര്യമായിട്ട് ഈ രോഗങ്ങൾ വരാനുള്ള, നിർബന്ധമായും പാരമ്പര്യമായി ഈ രോഗങ്ങൾ വരും എന്ന് ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അത്തരം ഒരു ജീനിനെ കൃത്യമായി കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇതിന് അപകട സാധ്യതയുണ്ട് എന്ന് മാത്രം. മാതാപിതാക്കൾക്ക് ഈ രോഗലക്ഷണങ്ങളോ ഈ രോഗമോ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത തലമുറയിലുള്ള കുട്ടികൾക്ക് ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ട് എന്നേ ഉള്ളൂ. അത് ഒരിക്കലും ഒരു ഉറപ്പായി പറയുന്നതുമില്ല. അപ്പോൾ കൃത്യമായി ചികിത്സ എടുത്തുകൊണ്ട്, ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായി മരുന്നുകൾ എടുത്തുകൊണ്ട് രോഗത്തെ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് വിവാഹബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതിൽ യാതൊരു തെറ്റുമില്ല. മറിച്ച് ആ ട്രീറ്റ്മെന്റ് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മുടക്കുകയോ അല്ലെങ്കിൽ അതിന്റെ മെഡിക്കേഷന്റെ അളവ് കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത് വീണ്ടും രോഗം പൂർവ്വസ്ഥിതിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ വിവാഹ ജീവിതത്തെ വല്ലാത്ത രീതിയിൽ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലൊരു തുറന്നു പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ മറ്റുള്ളവർ ഇത് അറിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ള നമ്മളുടെ സന്ദേഹം മറ്റ് ഏതൊരു ശരീര അവയവത്തിനും രോഗം വരുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മനസ്സിനും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് മനസ്സിലാക്കുക. അതിനെ ആ രീതിയിൽ കണ്ട് ശരിയായ ട്രീറ്റ്മെന്റിൽ ഏർപ്പെടുകയാണ് ചെയ്യേണ്ടത്. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.